ശ്രീ സായിറാം. പഞ്ചമഹാമൂല്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ദസ് സ്പേക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്ന സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സായിറാം. ഓരോ സാധകനും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈശ്വരന്റെ അമ്മയുടെ ചരിതം. സുബ്ബാരാജുവിന്റെ മകൾ നാമഗിരി അമ്മ എങ്ങനെ ഈശ്വരാംബയായി മാറി എന്ന ചരിതം അതൊരു കഠിന തപസിന്റെ ചരിതം കൂടിയാണ്. ഒരു പക്ഷേ ഈശ്വരാംബ അനുഭവിച്ചത് സമാനതകളില്ലാത്ത ദുരിത ദുഃഖങ്ങളാണ്. ആദ്യമൊക്കെ പരിഭ്രമിച്ചെങ്കിലും ഭഗവത് സ്മരണയോടെ ആ അമ്മ എല്ലാത്തിനെയും നേരിട്ടു. ചെറുപ്പത്തിലെ വിധവയായ മകൾ, മൂകനും ബധിരനുമായ പേരക്കുട്ടി, രോഗം അലട്ടിക്കൊണ്ടിരുന്ന ഇളയമകൻ, ഇവയെ ഒക്കെ ഈശ്വരാംബ ഭഗവത് സ്മരണയോടെ തന്നെ നേരിട്ടു. പിൽക്കാലത്ത് ഈശ്വരാംബ ഭക്തജനങ്ങളോട് പറയുമായിരുന്നു, നമ്മുടെ സ്വാമി ദയാമയനാണ്, അവിടുത്തെ വാക്കുകൾ അനുസരിച്ചാൽ നമ്മുടെ ദുരിത ദുഃഖങ്ങളെല്ലാം അകന്നുപോകും. ഇത് ഈശ്വരാംബയ്ക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടതാണ്. ഒരിക്കൽ അമ്മ പുത്രനായ ഭഗവാനോട് ചോദിച്ചു, സ്വാമി, അങ്ങയെ ഇന്ന് ലോകം മുഴുവനും അറിയുന്നു. അങ്ങയുടെ സങ്കല്പ ശക്തിയാൽ ഈ ലോകം മുഴുവൻ ശാന്തിയിലാക്കരുതോ? ഭഗവാൻ അമ്മയോട് മറുപടി പറഞ്ഞു, ഗൃഹം അമ്മായി, അത് ഞാനല്ല സങ്കല്പിക്കേണ്ടത്. ഓരോരുത്തരും ശാന്തി സ്വയം തേടണം, നേടിയെടുക്കണം. അതിനായി സത്യം പറയുക, ധർമ്മം ആചരിക്കുക. ഇത് ശീലിച്ചാൽ ശാന്തിയായി. ലോകശാന്തി അങ്ങനെയേ ലഭിക്കൂ. അതായത് ലോകശാന്തിക്കുള്ള ഉപായം നമ്മുടെ കൈകളിൽ തന്നെയാണ്. ദസ് സ്പേക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ. ലോകമെമ്പാടുമുള്ള ആളുകൾ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. എങ്ങനെ സമാധാനം കൈവരിക്കാൻ കഴിയും? സത്യവും ധർമ്മവും അനുഷ്ഠിക്കുന്നതിലൂടെ മാത്രമേ അത് സാധ്യമാക്കൂ. ഇന്ന് മനുഷ്യൻ സത്യവും ധർമ്മവും നഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നു. അതിന്റെ ഫലമായി സമാധാനം അഥവാ ശാന്തി ഇല്ലാതെയാകുന്നു. അത് പ്രേമത്തിന്റെ അഥവാ സ്നേഹത്തിന്റെ അഭാവത്തിലേക്ക് നയിക്കുന്നു. ഈ 4 മൂല്യങ്ങളുടെയും അഭാവത്തിൽ അഹിംസ എങ്ങനെ നിലനിൽക്കും? വീടായാലും ബസാറായാലും ഫാക്ടറി ആയാലും എല്ലായിടത്തും അക്രമം വ്യാപകമാണ്. ഈ 5 തത്വങ്ങളില്ലാതെ മനുഷ്യൻ ഒരു ജീവനുള്ള ശവമായി മാറിയിരിക്കുകയാണ്. നമുക്കും സത്യം ആചരിക്കാൻ കഴിയട്ടെ, ധർമ്മം ആചരിക്കാൻ കഴിയട്ടെ. അതിലൂടെ ശാന്തിയും പ്രേമവും ലഭിക്കട്ടെ. ജയ് സായിറാം.